എല്ലാവർക്കും സ്വാഗതം. സൊല്യൂഷൻ എന്ന ചാപ്റ്ററിൽ അടുത്ത കാര്യങ്ങൾ പറയാം. ഇതുവരെ നമ്മൾ സംസാരിച്ചത് സോളിഡ് സൊല്യൂട്ടും ലിക്വിഡ് സോൾവെന്റുമായിരിക്കുന്ന ലിക്വിഡ് സൊല്യൂഷനെ പറ്റിയാണ്. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് സൊല്യൂട്ടും ലിക്വിഡ് ആയിരിക്കുക, സോൾവെന്റും ലിക്വിഡ് ആയിരിക്കുന്ന ബൈ ലിക്വിഡ് സൊല്യൂഷനെ പറ്റിയാണ് ഇനി സംസാരിക്കാനുള്ളത്. അപ്പൊ അങ്ങനത്തെ ചില എക്സാമ്പിൾ ബോർഡിലുണ്ട്. ബോർഡിൽ ഒരു 9 എക്സാമ്പിൾ ഉണ്ട്. അതിൽ ഒന്നാമത്തെ എക്സാമ്പിൾ വായിക്കാം. ബെൻസീൻ ടൊളുവിൻ. ബെൻസീൻ എന്ന ലിക്വിഡും ടൊളുവിൻ എന്നറിയപ്പെടുന്ന മറ്റൊരു ലിക്വിഡും ചേർന്നിരിക്കുന്ന ഒരു ബൈ ലിക്വിഡ് സൊല്യൂഷൻ. വേറൊന്ന് ക്ലോറോബെൻസീൻ ആൻഡ് ബ്രോമോബെൻസീൻ. ഇനി ഒരെണ്ണം നോർമൽ ഹെക്സേൻ ആൻഡ് നോർമൽ ഹെപ്റ്റേൻ. ഇനി ഒരെണ്ണം എത്തനോൾ ആൻഡ് വാട്ടർ, എത്തനോൾ ആൻഡ് അസറ്റോൺ, കാർബൺ ഡൈ സൾഫൈഡ് ആൻഡ് അസറ്റോൺ, നൈട്രിക് ആസിഡ് ആൻഡ് വാട്ടർ, ഫിനോൾ ആൻഡ് അനിലീൻ, ക്ലോറോഫോം ആൻഡ് അസറ്റോൺ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ബൈ ലിക്വിഡ് സൊല്യൂഷനായിട്ട് വരുന്ന 9 എക്സാമ്പിൾ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിൽ ബെൻസീൻ ടൊളുവിൻ, ക്ലോറോബെൻസീൻ, ബ്രോമോബെൻസീൻ, നോർമൽ ഹെക്സേൻ, നോർമൽ ഹെപ്റ്റേൻ ഉൾപ്പെടുന്ന സൊല്യൂഷൻ ഒരു പ്രത്യേകതയുണ്ട്. ഇവ റൗൾട്ട് ലാ, നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്ന റൗൾട്ട് ലാ അനുസരിക്കുന്ന സൊല്യൂഷൻ ആണ്. ഇനി ബെൻസീനും ടൊളുവിനും കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് അവിടെ ഹീറ്റ് ചേഞ്ച് ഇല്ല, അതായത് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുമില്ല, ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നുമില്ല. അതായത് എൻതാൽപി ചേഞ്ച്, മിക്സിംഗ് നടക്കുന്ന സമയത്തുള്ള എൻതാൽപി ചേഞ്ച് വാല്യൂ 0 ആണ്. ഡെൽറ്റ എച്ച് മിക്സിംഗ് ഈക്വൽ ടു 0 ആണ്. അതുപോലെ തന്നെ മിക്സ് ചെയ്യുന്ന സമയത്ത് വോളിയം ചേഞ്ച് വരുന്നില്ല. ഡെൽറ്റ വി മിക്സിംഗ് ഈക്വൽ ടു 0. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന 3 സൊല്യൂഷനും ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു. 3 കാര്യങ്ങൾ പറഞ്ഞു. റൗൾട്ട് ലാ ഒബേ ചെയ്യണം. എൻതാൽപി ചേഞ്ച്, മിക്സിംഗ് നടത്തുന്ന സമയത്ത് എൻതാൽപി ചേഞ്ച് ഇല്ല. ഡെൽറ്റ എച്ച് മിക്സിംഗ് 0. അതുപോലെ തന്നെ ഡെൽറ്റ വി മിക്സിംഗ് 0, വോളിയം ചേഞ്ചും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസ് അനുസരിക്കുന്ന ഈ സൊല്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേര് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയണം. ഐഡിയൽ സൊല്യൂഷൻ. ഐഡിയൽ സൊല്യൂഷന്റെ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം 3 കണ്ടീഷൻ ഉണ്ട്. റൗൾട്ട് ലാ ഒബേ ചെയ്യണം, ഡെൽറ്റ എച്ച് മിക്സിംഗ് 0 ആണ്, ഡെൽറ്റ വി മിക്സിംഗ് 0 ആണ്. ഐഡിയൽ സൊല്യൂഷന് എക്സാമ്പിൾസ് ചോദിച്ചാൽ ഈ പറഞ്ഞ 3 എക്സാമ്പിൾ പറയണം. ബെൻസീൻ ടൊളുവിൻ, ക്ലോറോബെൻസീൻ, ബ്രോമോബെൻസീൻ, നോർമൽ ഹെക്സേൻ, നോർമൽ ഹെപ്റ്റേൻ. ഇതെല്ലാം ഐഡിയൽ സൊല്യൂഷൻ എക്സാമ്പിൾ ആണ്. അതേസമയം ഈ എഴുതിയിരിക്കുന്ന ഈ സൊല്യൂഷൻ 6 പ്രത്യേകത, അവർ റൗൾട്ട് ലാ ഒബേ ചെയ്യുന്നില്ല. റൗൾട്ട് ലാ ഒബേ ചെയ്യുന്നില്ല. ഡെൽറ്റ എച്ച് മിക്സിംഗ് വാല്യൂ 0 അല്ല. അതുപോലെ തന്നെ ഡെൽറ്റ വി മിക്സിംഗ് വാല്യൂ 0 അല്ല. അപ്പൊ അങ്ങനത്തെ സൊല്യൂഷന് ഈ 6 ഉൾപ്പെടുന്ന ഈ സൊല്യൂഷൻ അറിയപ്പെടുന്ന പേര് നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയണം. നോൺ ഐഡിയൽ സൊല്യൂഷൻ. നമുക്ക് സൊല്യൂഷൻ ബൈ ലിക്വിഡ് സൊല്യൂഷൻ, രണ്ടും ലിക്വിഡ് ആയിരിക്കുന്ന സൊല്യൂട്ടും സോൾവെന്റും ലിക്വിഡ് ആയിരിക്കുന്ന സൊല്യൂഷനെ രണ്ടായി തരംതിരിക്കാം. ഐഡിയൽ സൊല്യൂഷൻ എന്നും നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്നും തരംതിരിക്കാം. സോ ഒന്ന് ഐഡിയൽ സൊല്യൂഷൻ, മറ്റൊന്ന് നോൺ ഐഡിയൽ സൊല്യൂഷൻ. അപ്പോൾ പരീക്ഷയ്ക്ക് വേണമെങ്കിൽ 1 വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ ഇതിൽ നിന്ന് ഉണ്ടാക്കാം. നൈട്രിക് ആസിഡും വാട്ടറും ചേർന്ന മിക്സ് സൊല്യൂഷൻ അത് ഐഡിയൽ ആണോ നോൺ ഐഡിയൽ ആണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം നോൺ ഐഡിയൽ സൊല്യൂഷൻ. അതേസമയം ക്ലോറോഫോം, അസറ്റോൺ അത് നോൺ ഐഡിയൽ തന്നെ. എത്തനോൾ, വാട്ടർ നോൺ ഐഡിയൽ. കാർബൺ ഡൈ സൾഫൈഡും അസറ്റോൺ നോൺ ഐഡിയൽ. നോർമൽ ഹെക്സേൻ, നോർമൽ ഹെപ്റ്റേൻ, നോർമൽ ഹെക്സേൻ ഐഡിയൽ. ടൊളുവിൻ, ബെൻസീൻ ഐഡിയൽ. അപ്പൊ ഇങ്ങനെ എക്സാമ്പിൾസ് വെച്ചും വേണമെങ്കിൽ ചോദ്യങ്ങൾ അതിൽ നിന്ന് കൊണ്ടുവരാം. ഇനി അടുത്ത് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന 3 എക്സാമ്പിളിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. ഡെൽറ്റ എച്ച് മിക്സിംഗ് 0 അല്ല എന്ന് മാത്രമല്ല, ഡെൽറ്റ എച്ച് മിക്സിംഗ് ഗ്രേറ്റർ ദാൻ 0, 0യേക്കാളും കൂടുതലാണ്. 0യേക്കാളും കൂടുതൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം അത് പോസിറ്റീവ് ആണ്. ഡെൽറ്റ എച്ച് മിക്സിംഗ് ഈക്വൽ ടു പോസിറ്റീവ് ആണ്.
നമുക്കറിയാം എൻതാൽപ്പി ചേഞ്ച് വാല്യൂ പോസിറ്റീവ് വന്നാൽ നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട് അത് എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. എൻഡോതെർമിക്. അപ്പൊ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദ്യം ഉണ്ടാക്കാം. എത്തനോളും വാട്ടറും കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ടോ അതോ ലിബറേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം ഹീറ്റ് അബ്സോർബ് ചെയ്യണം, കാരണം അത് എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. അതേസമയം ഈ നൈട്രിക് ആസിഡ് വാട്ടർ ഉൾപ്പെടുന്ന ഈ കാറ്റഗറിയുടെ പ്രത്യേകത അവിടെ ഡെൽറ്റ എച്ച് മിക്സിംഗ് ലെസ് ദാൻ 0 ആണ്. അപ്പൊ ലെസ് ദാൻ 0 എന്ന് വെച്ചാൽ നമുക്കറിയാം നെഗറ്റീവ് ആണ്. എൻതാൽപ്പി ചേഞ്ച് നെഗറ്റീവ് വന്നാൽ അത് എക്സോതെർമിക് ആണ്. ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് ഓർമ്മ വേണം. അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങൾ കൊണ്ടുവരാം. ഫിനോളും അനിലയും മിക്സ് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യുന്നോ അത് അബ്സോർബ് ചെയ്യുന്നതിന് ശേഷം നമ്മുടെ ഉത്തരം അവിടെ ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യണം, കാരണം അവിടെ ഡെൽറ്റ എച്ച് മിക്സിംഗ് നെഗറ്റീവ് ആണ്. ഡെൽറ്റ എച്ച് നെഗറ്റീവ് എന്നാൽ എക്സോതെർമിക് ആണെന്ന് പറയാം. ഇനി അതുപോലെ തന്നെയാണ് ഡെൽറ്റ ബി മിക്സിംഗ് നെഗറ്റീവ് ആണ്, ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇവിടെ അതുപോലെ തന്നെ ഡെൽറ്റ ബി മിക്സിംഗ് ലെസ് ദാൻ 0 ആണെന്ന് പറയണം. സോ നോൺ ഐഡിയൽ സൊല്യൂഷൻ രണ്ട് കേസ് ഉണ്ട്. ഡെൽറ്റ എച്ച് മിക്സിംഗ് പോസിറ്റീവ് ആയിട്ട് വരുന്ന പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാരും ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇതുവരെ മനസ്സിലായ കാര്യം, സൊല്യൂട്ടും ലിക്വിഡ് സോൾവെന്റും ലിക്വിഡും ആണെങ്കിൽ അങ്ങനെയുള്ള സൊല്യൂഷനെ ബൈ ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറയാം. ബൈ ലിക്വിഡ് സൊല്യൂഷൻ രണ്ട് തരത്തിലുണ്ട്, ഐഡിയൽ സൊല്യൂഷനും നോൺ ഐഡിയൽ സൊല്യൂഷനും ഉണ്ട്. നോൺ ഐഡിയൽ സൊല്യൂഷൻ രണ്ട് രീതിയിൽ വരാം, അത് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാരും നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാരും വരാമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഐഡിയൽ സൊല്യൂഷനിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ അവിടുത്തെ പ്രത്യേകത സോൾവെന്റ് ഇന്ററാക്ഷൻ ഉണ്ട്, സൊല്യൂട്ട് ഇന്ററാക്ഷൻ, സോൾവെന്റ് സൊല്യൂട്ട് ഇന്ററാക്ഷൻ. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് ഇന്ററാക്ഷനും അവിടെ തുല്യമാണ്. സോൾവെന്റ് ഇന്ററാക്ഷൻ ആയാലും സൊല്യൂട്ട് ഇന്ററാക്ഷൻ ആയാലും സോൾവെന്റും സൊല്യൂട്ടും തമ്മിൽ ഇന്ററാക്ഷൻ ആയാലും ഒരേപോലെയാണെന്ന് ഓർമ്മ വരണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന സൊല്യൂഷനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി സിമ്പിൾ ഡിസ്റ്റിലേഷൻ ടെക്നിക്ക് ഉപയോഗിക്കാം. സിമ്പിൾ ഡിസ്റ്റിലേഷൻ. ഓക്കെ, അതേസമയം പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാരുടെ പ്രത്യേകത അവിടെ സോൾവെന്റ് ഇന്ററാക്ഷൻ ഉണ്ട്, സൊല്യൂട്ട് ഇന്ററാക്ഷൻ ഉണ്ട്, സോൾവെന്റും സൊല്യൂട്ടും തമ്മിൽ ഇന്ററാക്ഷൻ ഉണ്ട്. അപ്പൊ അത് നോക്കുന്ന സമയത്ത് സോൾവെന്റ് ഇന്ററാക്ഷൻ ആയാലും സൊല്യൂട്ട് ഇന്ററാക്ഷൻ ആയാലും അത് സോൾവെന്റ് സൊല്യൂട്ട് ഇന്ററാക്ഷനേക്കാളും കൂടിയിരിക്കുന്നു എന്ന് ഓർമ്മ വരണം. അപ്പൊ അതുകൊണ്ട് തന്നെ സോൾവെന്റ് മാത്രം അല്ലെങ്കിൽ സൊല്യൂട്ട് മാത്രം തമ്മിലുള്ള ഇന്ററാക്ഷൻ കൂടി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് വേപ്പേഴ്സ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്, കാരണം സോൾവെന്റ് സൊല്യൂട്ടും തമ്മിൽ ഇന്ററാക്ഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സോൾവെന്റ് മാത്രമായിട്ടും സൊല്യൂട്ട് മാത്രമായിട്ടും ഒരുപാട് വേപ്പേഴ്സ് വരാൻ സാധ്യതയുണ്ട്. ഒരുപാട് വേപ്പേഴ്സ് വരിക എന്ന് വെച്ചാൽ വേപ്പർ പ്രഷറും കൂടാൻ സാധ്യതയുണ്ട്. വേപ്പർ പ്രഷർ കൂടുന്ന സമയത്ത് ബോയിലിംഗ് പോയിന്റ് കുറയാനാണ് സാധ്യതയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പൊ ആ പോയിന്റ് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. ഇവിടെ പറഞ്ഞ കാര്യം അവിടെ സോൾവെന്റ് ഇന്ററാക്ഷൻ ഉണ്ട്, സോൾവെന്റ് മാത്രം ഇന്ററാക്ഷൻ ഉണ്ട്, സൊല്യൂട്ട് ഇന്ററാക്ഷൻ ഉണ്ട്, സൊല്യൂട്ട് മാത്രം ഇന്ററാക്ഷൻ ഉണ്ട്, സോൾവെന്റും സൊല്യൂട്ടും തമ്മിൽ ഇന്ററാക്ഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സോൾവെന്റിന്റെ വേപ്പേഴ്സ് ഒരുപാടുണ്ട്, സൊല്യൂട്ടിന്റെ വേപ്പേഴ്സ് ഒരുപാടുണ്ട്. വേപ്പേഴ്സ് ഒരുപാട് വന്നാൽ വേപ്പർ പ്രഷർ കൂടും. വേപ്പർ പ്രഷർ കൂടുന്ന സമയത്ത് ബോയിലിംഗ് പോയിന്റ് കുറച്ച് മതിയെന്ന് നമ്മൾ പണ്ട് ഡെഫിനിഷനിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതായത് ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ പ്രത്യേകത അവിടെ ഈസി ആയിട്ട് ബോയിൽ ചെയ്യാൻ പറ്റുന്ന ബോയിലിംഗ് പോയിന്റ് കുറയുന്ന ആൾക്കാരാണെന്ന് നമുക്കിവിടെ ഓർമ്മയുണ്ട്. അതേസമയം ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ സോൾവെന്റ് ഇന്ററാക്ഷൻ ഉണ്ട്, സൊല്യൂട്ട് ഇന്ററാക്ഷൻ ഉണ്ട്. പക്ഷെ അതിനേക്കാളും കൂടുതലാണ് സോൾവെന്റും സൊല്യൂട്ടും തമ്മിലുള്ള ഇന്ററാക്ഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ വേപ്പേഴ്സ് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യാൻ പ്രയാസമാണ്. അപ്പൊ വേപ്പേഴ്സ് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യാൻ പ്രയാസം എന്ന് പറയുമ്പോഴത്തേക്ക് വേപ്പർ പ്രഷർ കുറഞ്ഞു പോകുന്നു. വേപ്പർ പ്രഷർ കുറയുന്ന സമയത്ത് ഒരുപാട് ടെമ്പറേച്ചർ കൊടുത്താലേ നമുക്ക് ബോയിൽ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ ഇവിടുത്തെ പ്രത്യേകത അവിടെ ബോയിൽ ചെയ്യണമെങ്കിൽ ഒരുപാട് ടെമ്പറേച്ചർ ഉണ്ടാവണം. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളതിനെ ബോയിലിംഗ് പോയിന്റ് കൂടിയ അല്ലെങ്കിൽ മാക്സിമം ബോയിലിംഗ് ഇനി അവിടെ ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ട്, അസിയോട്രോപ്പുകൾ. കാരണം അവിടെ അസിയോട്രോപിക് ഡിസ്റ്റിലേഷൻ അറിയപ്പെടുന്ന ഡിസ്റ്റിലേഷൻ പ്രോസസ്സിലൂടെ മാത്രമേ ഇവിടെയായാലും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഇവിടുത്തെ പ്രത്യേകത ഇവിടെ ഞാൻ പറഞ്ഞു അസിയോട്രോപിക് ഡിസ്റ്റിലേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ബോയിൽ ചെയ്യേണ്ട കാര്യമില്ല, അത് എളുപ്പത്തിൽ ബോയിൽ ചെയ്യിക്കാം.
അപ്പൊ അതുകൊണ്ട് തന്നെ അത് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പുകളാണെന്ന് ഓർമ്മ വരണം. ഓക്കെ, അപ്പൊ പോസിറ്റീവ് ഡീവിയേഷനിലെ മാത്രം പോയിന്റുകൾ മാത്രം എടുക്കാം. അതിന് എക്സാമ്പിൾസ് എല്ലാം ഓർമ്മിക്കണം. ഡെൽറ്റ എച്ച് മിക്സിംഗ് പോസിറ്റീവ് ആണ്, എൻഡോതെർമിക് ആണ്. ഡെൽറ്റ വി മിക്സിംഗ് പോസിറ്റീവ് ആണ്. ഇനി എ ഇന്ററാക്ഷൻ സോൾവെന്റ് ഇന്ററാക്ഷനും സൊല്യൂട്ട് ഇന്ററാക്ഷനും കൂടുതലാണ് സോൾവെന്റും സൊല്യൂട്ടും തമ്മിൽ ഇന്ററാക്ഷനെക്കാളും. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഒരു പ്രത്യേക ടെക്നിക്ക് വേണം. അതിനെ നമ്മൾ അസിയോട്രോപിക് ഡിസ്റ്റിലേഷൻ എന്ന് പറയണം. ഇനി ഈ അസിയോട്രോപ്പുകളുടെ പ്രത്യേകത അവിടെ ബോയിലിംഗ് പോയിന്റ്, കാരണം അവിടെ സോൾവെന്റ് സൊല്യൂട്ട് തമ്മിൽ ഇന്ററാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ബോയിലിംഗ് പോയിന്റ് കുറച്ച് മതി, പെട്ടെന്ന് അത് ബോയിൽ ചെയ്തെടുക്കാം. അതുകൊണ്ട് തന്നെ ഇത് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പുകളാണെന്ന് പറയണം. ഈ അസിയോട്രോപ്പ് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ കോൺസ്റ്റന്റ് ബോയിലിംഗ് മിക്സേഴ്സ് ആണ്. അതായത് ബോയിലിംഗ് പോയിന്റ് കോൺസ്റ്റന്റ് ആയിരിക്കുന്ന മിക്സേഴ്സിനെ നമ്മൾ സാധാരണ അസിയോട്രോപ്പുകൾ എന്ന് പറയാറുണ്ട്. ഈ എഴുതിയിരിക്കുന്ന എല്ലാവരും തന്നെ, ഈ ഡീവിയേഷൻ കാണിക്കുന്ന എല്ലാവരും തന്നെ അസിയോട്രോപ്പുകൾക്ക് എക്സാമ്പിൾ ആണ്. അസിയോട്രോപ്പുകൾ രണ്ടായി തരംതിരിക്കാമെന്ന് പറഞ്ഞു. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പുകളും മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പുകളും. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പിന്റെ പ്രത്യേകത അത് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന എത്തനോൾ ആൻഡ് വാട്ടർ, എത്തനോൾ ആൻഡ് അസറ്റോൺ, കാർബൺ ഡൈ സൾഫൈഡ് ആൻഡ് അസറ്റോൺ, ഇത് മൂന്നും മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പുകളുടെ എക്സാമ്പിൾ ആണ്. അതേസമയം മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പുകളുടെ പ്രത്യേകത ക്ലോറോഫോം അസറ്റോൺ, ഫിനോൾ ആനിലീൻ, നൈട്രിക് ആസിഡ് വാട്ടർ, അതാണ് അതിന്റെ എക്സാമ്പിൾ എന്ന് ഓർമ്മ വരണം. ഇനി രണ്ടുപേരുടെയും സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്ക് അസിയോട്രോപിക് ഡിസ്റ്റിലേഷൻ ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇതുവരെ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്നുകൂടെ ഓർമ്മിക്കാം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് സൊല്യൂട്ടും ലിക്വിഡാണ്, സോൾവെന്റും ലിക്വിഡാണ്. അങ്ങനെ വരുന്ന ബൈലിക്വിഡ് സൊല്യൂഷനെ പറ്റിയാണ്. അത് രണ്ട് തരത്തിലുണ്ട്, ഐഡിയൽ സൊല്യൂഷനും നോൺ ഐഡിയൽ സൊല്യൂഷനും. ഐഡിയൽ സൊല്യൂഷന്റെ കണ്ടീഷൻ റൗൾട്ട് ലോ ഒബേ ചെയ്യണം. ഡെൽറ്റ എച്ച് മിക്സിംഗ് 0 ആയിരിക്കണം, ഡെൽറ്റ വി മിക്സിംഗ് 0 ആയിരിക്കണം. സോൾവെന്റ് ഇന്ററാക്ഷനും സൊല്യൂട്ട് ഇന്ററാക്ഷനും സോൾവെന്റ് ഇന്ററാക്ഷനും തുല്യമായിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി സിമ്പിൾ ഡിസ്റ്റിലേഷൻ പ്രോസസ് നമുക്ക് അവിടെ ഉപയോഗിക്കാം. നോൺ ഐഡിയൽ സൊല്യൂഷന്റെ പ്രത്യേകത റൗൾട്ട് ലോ ഒബേ ചെയ്യുന്നില്ല. ഡെൽറ്റ എച്ച് മിക്സിംഗ് 0 അല്ല, ഡെൽറ്റ വി മിക്സിംഗ് 0 അല്ല. അത് രണ്ടായി തരംതിരിക്കാം, പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാരും നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാരും. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന 3 എക്സാമ്പിൾ കണ്ടു. ഇനി അതിന്റെ കണ്ടീഷൻ ചോദിച്ചാൽ അവിടെ ഡെൽറ്റ എച്ച് മിക്സിംഗ് പോസിറ്റീവ് ആയിരിക്കണം, എൻഡോതെർമിക് ആയിരിക്കണം. ഡെൽറ്റ വി മിക്സിംഗ് പോസിറ്റീവ് ആയിരിക്കണം. എ ഇന്ററാക്ഷൻ ബി ബി ഇന്ററാക്ഷനുമാണ് കൂടുതൽ. അവരെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി അസിയോട്രോപിക് ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കാം. അതിന്റെ പ്രത്യേകത ബോയിലിംഗ് പോയിന്റ് കുറവാണെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അത് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആണ്. നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന എക്സാമ്പിൾസ് കണ്ടു. ഡെൽറ്റ എച്ച് മിക്സിംഗ് നെഗറ്റീവ് ആണ്, ഡെൽറ്റ വി മിക്സിംഗ് നെഗറ്റീവ് ആണ്. അവിടുത്തെ ഇന്ററാക്ഷൻ നോക്കുന്ന സമയത്ത് സോൾവെന്റും സൊല്യൂട്ടും തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് കൂടുതൽ. അവരെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി അസിയോട്രോപിക് ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കാം. അവിടെ പ്രത്യേകത മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പുകളാണ്, കാരണം ബോയിലിംഗ് പോയിന്റ് അവിടെ കൂടുതലാണ്. ഓക്കെ, ഇനി അസിയോട്രോപ്പ് എന്താണെന്ന് ചോദിച്ചാൽ പറയേണ്ടത് ബോയിലിംഗ് പോയിന്റ് കോൺസ്റ്റന്റ് ആയിരിക്കുന്ന മിക്സേഴ്സിനെ വിളിക്കേണ്ട പേരാണ് അസിയോട്രോപ്പുകൾ എന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിലുണ്ടെന്ന് പറയാം, മിനിമം ബോയിലിംഗും മാക്സിമം ബോയിലിംഗും. ഓക്കെ, ഇനി ഒരു ഗ്രാഫ് കൂടെ കാണാം. അതായത് ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ വേപ്പർ പ്രഷർ, രണ്ട് സൈഡിലും വേപ്പർ പ്രഷർ കാണിക്കുക. എക്സ് ആക്സിസില് മോൾ ഫ്രാക്ഷൻ കാണിക്കുക. ഇനി ഏതെങ്കിലും ഒരു സൈഡിൽ സോൾവെന്റും ഒരു സൈഡിൽ സൊല്യൂട്ട് ഫിക്സ് ചെയ്യുക. തൽക്കാലത്തേക്ക് ഫൈ എ ഈക്വൽ ടു 1, സോ ഫൈ ബി ഈക്വൽ ടു 0. അതായത് ഇവിടെ എ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വേപ്പർ പ്രഷർ എയുടെ മാത്രമേ ഉള്ളൂ. സോ P0A മാർക്ക് ചെയ്യാം. ഇനി ഇവിടെ കൈ ഈക്വൽ ടു 0.9, ഇവിടെ കൈ ഈക്വൽ ടു 0.8, 0.7, 0.6, 0.5 ഇങ്ങനെ കുറഞ്ഞ് ഇവിടെ കൈ ഈക്വൽ ടു 0. സോ ഇനി കൈ ബിയുടെ വാല്യൂ അങ്ങോട്ട് കൂടി വരികയാണ്, അങ്ങോട്ട് സൊല്യൂഷൻ ആണ്. കൈ ബി ഈക്വൽ ടു 0, കൈ ബി ഈക്വൽ ടു 0.1, 0.2, 0.3, 0.4 എന്ന് പറഞ്ഞ് കൈ ബി ഈക്വൽ ടു 1 ആണ്. സോ ഇവിടെ ബി മാത്രമേ ഉള്ളൂ. സോ അല്പം ഹൈറ്റ് വ്യത്യാസപ്പെടുത്തിയ ഏതായാലും രണ്ട് സൈഡിൽ ഏതായാലും P0B മാത്രമേ ഉള്ളൂ. സോ ഇനി സൊല്യൂഷന്റെ കാര്യം നോക്കിയാൽ എയുടെ ഇൻ ടേംസ് ഓഫ് എ പാർഷ്യൽ പ്രഷർ കുറഞ്ഞു വരുന്നു, കാരണം ഇങ്ങോട്ട് പോകുന്നതോറും എയുടെ എമൗണ്ട് കുറഞ്ഞു വരികയാണ് PA. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ ബി മാത്രമേ ഉള്ളൂ, പക്ഷെ ഇങ്ങോട്ട് വരുന്നതനുസരിച്ച് ബി കുറഞ്ഞു വരുന്നു. സോ ബി കാണിച്ചു. ഈ ടോട്ടൽ സൊല്യൂഷന്റെ ഗ്രാഫ് ഇത് രണ്ട് കണക്ട് ചെയ്ത് ടോട്ടൽ സൊല്യൂഷന്റെ P ഈക്വൽ ടു PA പ്ലസ് PB ഇങ്ങനെ കാണിച്ചാൽ അത് ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫ് ആവണം. ഇനി പോസിറ്റീവ് ഡീവിയേഷന്റെ ഗ്രാഫ് ചോദിച്ചാൽ ഇതുപോലെ തന്നെയാണ്. ഇവിടെ മോൾ ഫ്രാക്ഷൻ, ഇവിടെ വേപ്പർ പ്രഷർ,
ഇവിടെ വേപ്പർ പ്രഷർ. ഇനി ഐഡിയലിന്റെ കണ്ടീഷൻ അങ്ങോട്ട് പകർത്തി എഴുതാം. സോ ഡോട്ടൽ ലൈൻ ഇട്ട് കാണിക്കണം. ഇവിടെ P0A P0B ഇങ്ങനെയാണ് ഐഡിയലിന് വരേണ്ടിയിരുന്നത്. പക്ഷെ അവിടെ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുകയാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ യഥാർത്ഥ ഗ്രാഫ് ഇങ്ങനെയാണ് വരേണ്ടിയിരുന്നത് ഐഡിയൽ ആണെങ്കിൽ, പക്ഷെ യഥാർത്ഥ ഗ്രാഫ് ഇതിനേക്കാളും ഡീവിയേഷൻ കാണിക്കുന്നതാണ്. സോ ഇങ്ങനെ P = PA + PB, ഇതും അതുപോലെ PA. ഓക്കെ. പിന്നെ നെഗറ്റീവ് ഡീവിയേഷൻ വരയ്ക്കാൻ പറഞ്ഞാൽ ഇതുപോലെ വേപ്പർ പ്രഷർ ഐഡിയലിന്റെ കണ്ടീഷൻ വരയ്ക്കുക. മാർക്ക് ചെയ്തു. P0A P0B മാർക്ക് ചെയ്തു. നെഗറ്റീവ് ഡീവിയേഷൻ ആണ്. സോ യഥാർത്ഥത്തിൽ കിട്ടുന്നത് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ P = PA + PB, ഇങ്ങനെ PA. ഓക്കെ. അപ്പോൾ ആ ഗ്രാഫ് വരയ്ക്കാൻ അറിയാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ എക്സാമ്പിൾസ് ആദ്യം നല്ല തറവായി പഠിക്കുക. കാരണം എക്സാമ്പിൾസ് വെച്ച് കേട്ടാൽ നമുക്ക് എളുപ്പമെന്ന് തോന്നും, പക്ഷെ എക്സാമ്പിൾസ് വെച്ച് ക്വസ്റ്റ്യൻ തിരിച്ചു ചോദിക്കാം. അപ്പോൾ ഇതുവരെ പറഞ്ഞത് ഒന്നുകൂടെ പറഞ്ഞ് ഇത് ഫിനിഷ് ചെയ്യാം. നമ്മൾ പുതുതായി പഠിക്കുന്നത് ബയോലിക്വിഡ് സൊല്യൂഷൻ ആണ്. ഐഡിയൽ സൊല്യൂഷൻ എന്ന ഹെഡിങ് പറഞ്ഞു, 3 എക്സാമ്പിളിന്റെ പേര് പറഞ്ഞു, അവിടുത്തെ കണ്ടീഷൻസ് അറിയാം, അത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി സിമ്പിൾ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കാം, പിന്നെ അതിന്റെ ഗ്രാഫ് വരയ്ക്കാനും അറിയാം. നോൺ ഐഡിയൽ സൊല്യൂഷൻ അതിന്റെ കണ്ടീഷൻ പറഞ്ഞു, അത് രണ്ടായി തരംതിരിക്കാം, പോസിറ്റീവ് ഡീവിയേഷൻ നെഗറ്റീവ് ഡീവിയേഷൻ. പോസിറ്റീവ് ഡീവിയേഷന്റെ എക്സാമ്പിൾസ് പറഞ്ഞു, അതിന്റെ കണ്ടീഷൻസ് പറഞ്ഞു, അത് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പുകളാണ് എന്ന് പറഞ്ഞു, പിന്നെ അതിന്റെ ഗ്രാഫ് വരയ്ക്കാനും അറിയാം. നെഗറ്റീവ് ഡീവിയേഷൻ അതിന്റെ എക്സാമ്പിൾസ് മനസ്സിലാക്കി, അതിന്റെ കണ്ടീഷൻ പറഞ്ഞു, അതിന്റെ പ്രത്യേകത അത് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പാണ്, അതിന്റെ ഗ്രാഫ് വരയ്ക്കാൻ പഠിച്ചു. അപ്പോൾ അത് ഇത്രയും ഒരു കാര്യം. ഇനി വേണമെങ്കിൽ ഇതിൽ നിന്ന് ഒരു അഡീഷണൽ ചോദ്യം ഉണ്ടാക്കാൻ പറ്റുന്നത് അസിയോട്രോപ്പുകൾ എന്താണെന്ന് ചോദിക്കാം, അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് ചോദിക്കാം, അതിനെപ്പറ്റി കൂടുതൽ ചോദിക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എക്സാമ്പിൾസ് നല്ലവണ്ണം പഠിച്ച് അത് കാറ്റഗറൈസ് ചെയ്ത് ഈ 9 എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഓക്കെ. തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇത്രയും ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ നമുക്ക്